അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ള സഹോദരങ്ങളെ, മരണം എന്നുള്ളത് യഥാർത്ഥത്തിൽ ഒരു വിശ്വാസിയെ മാത്രം ചിന്തിപ്പിക്കുന്ന ഒരു ഘടകമല്ല. സ്വർഗത്തിലും നരകത്തിലും പരലോകത്തിലും ഒന്നും വിശ്വസിക്കാത്തവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിത പ്രയാണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് മരണമെന്നത്. എന്തായാലും ഏതൊരു വ്യക്തിയും എൻ്റെ ജീവിതം അതിൻ്റെ സമാപനത്തിലേക്ക് പോകുന്നു എന്ന് അറിയാതെ മരിക്കില്ലല്ലോ. എല്ലാവരും അത് അറിയുന്ന ഒരു ഘട്ടമുണ്ടായിരിക്കും. അപ്പോൾ എല്ലാം ഇവിടം കൊണ്ട് തീർന്നു എന്ന് വിചാരിക്കുന്ന ഒരാളും ആ മരണം എങ്ങനെയായിരിക്കും എന്നറിയാനും ആലോചിക്കാനും ചിന്തിക്കാനും ഇഷ്ടപ്പെടുന്നുണ്ടായിരിക്കുമല്ലോ. ഇപ്പോൾ തികച്ചും ഭൗതികമായി ചിന്തിക്കുന്ന ഒരു ആളോട് ഒരു ഇൻ്റർവ്യൂവിൽ ചോദിക്കുന്നുണ്ട് മരണത്തെക്കുറിച്ച്. അപ്പോൾ അദ്ദേഹം പറയുന്ന കാര്യം, ജീവിതത്തിൻ്റെ തന്നെ അടിസ്ഥാനപരമായ ഒരു ലക്ഷ്യം സംതൃപ്തിയോടെ മരിക്കുക എന്നുള്ളതാണ്. സംതൃപ്തിയോടെ മരിക്കാൻ ഒരാൾക്ക് പറ്റിയാൽ അവൻ്റെ ജീവിത ലക്ഷ്യം അവൻ സാക്ഷാത്കരിച്ചു എന്നാണ്. നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു വർത്തമാനമാണല്ലോ അത്. ജീവിതം സമ്പൂർണമായും ഭൗതികമായ തൻ്റെ എല്ലാം അവസാനിക്കുന്നു എന്നറിയുന്ന ഒരു നിമിഷമാണത്. അപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് നമുക്ക് മരണം സംതൃപ്തികരമാക്കാൻ പറ്റുക? അതിന് അദ്ദേഹം പറയുന്ന മറുപടി, ഒരു ഫ്ലാഷ് ബാക്ക് പോലെ നമ്മൾ ജീവിച്ച 70 കൊല്ലം 80 കൊല്ലം നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നതാണ്. കാരണം ജീവിതം തീരെയാണ്. അപ്പോൾ എന്തായിരുന്നു ജീവിതം, ഞാൻ എന്താ ചെയ്തത് എന്നൊരാൾ ചിന്തിക്കാതിരിക്കൂല. അങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മൾ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുത്ത സേവനങ്ങൾ, ഉപകാരങ്ങൾ, നമ്മളെക്കൊണ്ട് ജീവൻ തിരിച്ചു കിട്ടിയ രക്ഷപ്പെട്ട ആ നന്മകളെക്കുറിച്ച് ഓർക്കുമ്പോഴാണ് നമുക്ക് മരണം സംതൃപ്തികരമാവുക എന്നാണ് അദ്ദേഹം പറയുന്നത്. മരണസമയത്ത് നമ്മളുടെ ചെയ്ത വലിയ ത്യാഗങ്ങളും നന്മകളും സേവനങ്ങളും ജനോപകാരപ്രദമായ പ്രവർത്തനങ്ങളും നമുക്ക് ഭയങ്കരമായ സംതൃപ്തി നൽകുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം പറയുന്നതിൻ്റെ ശരിതെറ്റുകളിലേക്കല്ല നമ്മൾ പോകുന്നത്. എന്തായിരുന്നാലും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഭൗതികമായി കർമ്മങ്ങൾ അനുഷ്ഠിക്കുവാനുള്ള, മതപരമായ കർമ്മങ്ങൾ ചെയ്യാനുള്ള സമയം അവസാനിക്കുകയും താൻ വിശ്വസിക്കുന്ന അതിവിശാലമായ അനന്തമായ ലോകത്തേക്കുള്ള പ്രയാണം ആരംഭിക്കുകയും ചെയ്യുകയാണ് മരണം എന്നവന് തിരിച്ചറിവുണ്ട്. സത്യത്തിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് സംതൃപ്തിയോടുകൂടെ മരിക്കുക എന്നുള്ളതാണ്. വിശ്വാസിക്ക് സംതൃപ്തി എന്ന് പറയുന്നത് വെറും മരണസമയത്ത് മാത്രം കിട്ടുന്നതല്ല. യാ അയ്യുഹൻ നഫ്സുൽ മുത്മഇന്ന എന്ന് പറഞ്ഞാൽ സംതൃപ്തി അടഞ്ഞ ആത്മാവേ എന്ന് പറയുമ്പോൾ ആ ജീവിതത്തിൽ ഈമാനും വിശ്വാസമൊക്കെയായിട്ട് ജീവിക്കുന്ന ആളുകളുണ്ടല്ലോ, അവരൊക്കെ സംതൃപ്തരാണ്. അതാണ് ശരിക്ക്. ആ വിശ്വാസമുള്ളവനെ സംബന്ധിച്ചിടത്തോളം അവന് മരണത്തിൻ്റെ ഘട്ടത്തിലും അവനെന്താണ് ആത്മസംതൃപ്തി ഉണ്ടാവും. കാരണം ഞാൻ തെറ്റുകളൊന്നും ചെയ്തിട്ടില്ല, ഞാൻ ശിർക്ക് ചെയ്തിട്ടില്ല, ഞാൻ നിസ്കാരം ശരിക്ക് നിലനിർത്തിയ ആളാണ്, എന്നെ കൊണ്ട് കഴിയുന്ന ഉപകാരങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്, സക്കാത്ത് കൃത്യമായി കൊടുത്തിട്ടുണ്ട്. അതന്നല്ലേ മനുഷ്യൻ്റെ സംതൃപ്തി എന്നാണ്. ഇർജിഇ ഇലാ റബ്ബിക റാദിയത്തൻ മർദിയ. താൻ ചെയ്ത കർമ്മങ്ങളിൽ സംതൃപ്തമായി അള്ളാഹുവിന് ഇഷ്ടവും പൊരുത്തവും ലഭിക്കുമെന്ന പ്രതീക്ഷയോടുകൂടെ അതൊക്കെ വാങ്ങി നീ നിന്റെ റബ്ബിങ്കിലേക്ക് മടങ്ങിക്കോന്നാ പറയാം. പിന്നെ പറയുന്നത് പരലോകത്താണെന്ന്, ഫദ്ഖുലി ഫി ഇബാദി വദ്ഖുലി ജന്നത്തി, എൻ്റെ നല്ല ദാസന്മാരെ നീ പ്രവേശിക്കരുത്, നല്ല അടിമകളിൽ നീ പ്രവേശിക്കുക എന്നുള്ളത്. ഇപ്പോൾ നന്മകൾ ധാരാളം ഉണ്ടാവുക എന്നുള്ളത് ജീവിതത്തെ സാർത്ഥകമാക്കാൻ, ജീവിതം ചാരിതാർത്ഥ്യപൂർണ്ണമാക്കാൻ നമുക്ക് സാധിക്കുന്ന ഒരു നല്ല കാര്യമാണ്. അപ്പോൾ വളരെ ബോധപൂർവം കണക്കില്ലാത്ത നന്മകൾ നമ്മുടെ ജീവിതത്തേക്ക് ചേർത്ത് വെക്കാൻ ശ്രമിക്കുക. അങ്ങനത്തെ ഒരു സന്ദർഭം തന്നെയാണ് റമദാൻ. അത്താക്കും ഷുഹർ മുബാറക് അല്ലേ, ഒരു നന്മകളേറെ നിറഞ്ഞ പുണ്യം നിറഞ്ഞ ഒരു മാസമാണ് നമുക്ക് വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഈ റമദാൻ കഴിഞ്ഞ റമദാനും കൂടി എനിക്ക് കിട്ടിയല്ലോ എന്ന് ചിന്തിക്കാൻ അടുത്ത റമദാൻ മുമ്പ് മരിക്കാനേ നമുക്ക് പറ്റണം. അതെൻ്റെ ജീവിതത്തിലെ ഏറ്റവും ധന്യമായ ഒരു റമദാനായിരുന്നു എന്ന് ആശ്വസിക്കാനും സമാധാനിക്കാനും നമുക്ക് പറ്റുമെന്നുണ്ടെങ്കിലും തീർച്ചയായും ഈ റമദാൻ നമ്മുടെ ആയുസ്സിലെ ഏറ്റവും സംതൃപ്തി നൽകുന്ന ഒരു കാലഘട്ടമായിരിക്കും. അതുകൊണ്ട് വെറുതെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമായി, ഒരു കടമയായി, ഒരു പതിവായി റമദാൻ കടന്നു പോകാതെ കഴിഞ്ഞ റമദാനുകളെ കൊണ്ടൊന്നും നേടാത്ത പുണ്യങ്ങൾ നേടി ആത്മസംതൃപ്തിയോടെ അള്ളാഹുവിലേക്ക് പോകാനുള്ള ദിനങ്ങളായി ഈ റമദാൻ്റെ പകലുകളെയും രാത്രികളെയും കാണാൻ നമ്മൾ പരിശ്രമിക്കുക. ഒരു സെക്കൻഡ് പോലും ഒഴിയാതെ നന്മകളാണല്ലോ റമദാനിൽ. പകൽ മുഴുവൻ നമ്മൾ നോമ്പ് എന്ന നന്മയിലാണ്. അത് കഴിഞ്ഞ് നോമ്പ് തുറന്നാൽ ഒരു ഇശാ ജമാഅത്തിന് പള്ളിയിൽ പോകുന്ന ഘട്ടം വരെയുള്ള ഒരു ചെറിയ സമയം, അപ്പോൾ തന്നെ കുറച്ച് സമയം നമ്മൾ ഖുർആൻ ഓതി. അത് കഴിഞ്ഞ് വന്നാൽ 10 മണി 11 മണിയായി നമ്മൾ ഉറങ്ങാനായി. വീണ്ടും നമ്മൾ അത്താഴത്തിനാണ് എഴുന്നേൽക്കുന്നത്. പുണ്യങ്ങളിലൂടെ മാത്രം പോകുന്ന ഈ 30 പകൽ രാത്രികളെ ധന്യമായ കർമ്മനിരതമായ പകൽ രാത്രികളാക്കാൻ അള്ളാഹു അനുഗ്രഹിക്കട്ടെ.
വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി. എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക. നേർവഴി. പീസ് റേഡിയോ. ട്യൂൺ ടു റിയാലിറ്റി.